ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീക്ക് ജാമ്യം ലഭിച്ചത് ആരുടെയും സഹായം കൊണ്ടല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കള്ളക്കേസായതുകൊണ്ടാണ് കോടതി അവരെ പുറത്തുവിട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യാക്കോബ സഭയുടെ തലവനായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ ബസിലിയസ് ജോസഫ് കത്തോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങിലാണ് മന്ത്രി സംസാരിച്ചത്. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതും വി ശിവൻകുട്ടി തന്നെ. കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും അവരുടെ തിരുവസ്ത്രം ധരിച്ച് ഏത് അർദ്ധരാത്രിയിലും കേരളത്തിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഈ സ്വാതന്ത്ര്യം ലഭിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ സാഹചര്യം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ മതസൗഹാർദ്ദം സമാധാനപരമായ അന്തരീക്ഷവുമാണ് നിലനിൽക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. വിവിധ മതവിഭാഗങ്ങൾ പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തുന്നു. കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ഈ സംഭവം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തി പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യം നീതി വ്യവസ്ഥയുടെ വിജയമായി അദ്ദേഹം വിശേഷിപ്പിച്ചു. കോടതിയുടെ ഇടപെടൽ വഴി കള്ളക്കേസുകൾ തടയിടാൻ സാധിക്കുമെന്നുള്ളതിന്റെ സൂചനയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. എല്ലാ പൗരന്മാർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആരാധിക്കാനും ഭരണഘടന അനുസരിച്ച് അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമൂഹത്തിൽ ഒരുമയും സഹിഷ്ണുതയും വളർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും വിഭാഗീയ ചിന്തകൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടു. യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷൻ എല്ലാവിധ ആശംസകളും മന്ത്രി അറിയിച്ചു. സഭയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകട്ടെ എന്നും അദ്ദേഹം പ്രത്യാശിച്ചു. ഈ സംഭവം രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടക്കമിട്ടുവെന്നും പ്രതീക്ഷിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വി ശിവൻകുട്ടിയുടെ വാക്കുകൾ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കേരളം മതനിരപേക്ഷതയും സമാധാനവും ഉയർത്തിപ്പിടിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് മന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ കേരളം ഒരു മാതൃകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് നിയമപരമായി പോരാട്ടത്തിന്റെ വിജയമാണെന്ന് മന്ത്രി എടുത്തു പറഞ്ഞു. നീതി നിഷേധിക്കപ്പെടുമ്പോൾ കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണിത്. നീതിന്യായ വ്യവസ്ഥകളിൽ വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ സംഭവം സഹായകമാകുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളം എല്ലാ മതവിഭാഗങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരിടമാണെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒരു വിഭാഗത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ സംസ്ഥാനത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഭീഷണിയാണെന്ന് സർക്കാർ കരുതുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറയുന്നു. ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള മന്ത്രിയുടെ പരാമർശങ്ങൾ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശുകയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ഈ പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു. യാക്കോബായ സഭ അധ്യക്ഷൻ ബസിലിയസ് ജോസഫ് കത്തോലിക്ക ബാവയ്ക്ക് നൽകിയ സ്വീകരണ പരിപാടിയിൽ മന്ത്രി പങ്കെടുത്തത് മതനേതാക്കളോടുള്ള സർക്കാരിന്റെ ബഹുമാനം വ്യക്തമാക്കുന്നു. മതസമൂഹങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സർക്കാർ പ്രതിബദ്ധരാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം നൽകുന്നതാണ് കോടതിയുടെ ഈ തീരുമാനം. കള്ളക്കേസിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ നിയമവ്യവസ്ഥയ്ക്ക് കഴിയുമെന്നും മതമോ സ്ഥാനമോ ഇതിനൊരു തടസ്സമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത് ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. കേരളത്തിന്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിൽ കേരളം പ്രതിബദ്ധരാണെന്നും അത് വെറും ഒരു പ്രസ്താവനയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മതപരമായ ചടങ്ങുകളിലും പൊതുപരിപാടികളിലും സർക്കാർ പ്രതിനിധികളുടെ സജീവ പങ്കാളിത്തം ഇതിന് ഉദാഹരണമാണ്. എല്ലാ മതവിഭാഗങ്ങളുടെയും വികാരങ്ങൾ മാനിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം ഒരു ഓർമ്മപ്പെടുത്തലാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകേണ്ടതാണ്. ഈ വിഷയത്തിൽ കേരളം കാണിക്കുന്ന നിലപാട് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാവുന്നതാണ്. കേരളത്തിന്റെ മതേതര മൂല്യങ്ങളും മതസൗഹാർദ്ദവും എത്രത്തോളം പ്രധാനമാണെന്ന് വി ശിവൻകുട്ടിയുടെ വാക്കുകൾ അടിവരയിടുന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച സംഭവം നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കേരളം ഈ വിഷയത്തിൽ പുലർത്തുന്ന മാതൃകാപരമായ നിലപാട് രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്.